Hi students, it's me Srirag, your physics teacher. Welcome back to my online physics class. Today we are going to start our new chapter, our fourth chapter in physics, magnetism. Okay, so let's start. So നമ്മൾ കഴിഞ്ഞ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. സോ ആ ചാപ്റ്ററിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് പുതിയൊരു ടോപ്പിക്കാണ്, ഫിസിക്സിലെ പുതിയൊരു ബ്രാഞ്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മാഗ്നറ്റിസം. സോ മാഗ്നറ്റിസം എന്ന് പറയുന്ന വേർഡ് തന്നെ ഉണ്ട് എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. മാഗ്നറ്റ്സ് അല്ലേ, എല്ലാവർക്കും അറിയില്ല എന്താണ് മാഗ്നറ്റ് എന്ന്. സോ മാഗ്നറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? സോ മുൻപത്തെ ചാപ്റ്ററിൽ പഠിച്ച പോലെയുള്ള ഇക്വേഷൻസോ ലോകളോ ഒന്നും തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. ഓക്കെ, so there is a figure of a train. This train has no wheels. How does it run then? Isn't it surprising? Sister asked, watching the scene of a speeding maglev train on television. So ടെലിവിഷനിൽ ഒരു മാഗ്ലൈവ് ട്രെയിൻ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു സീൻ വാച്ച് ചെയ്തപ്പോൾ സിസ്റ്റർ ചോദിച്ച ഒരു ചോദ്യമാണിത്. ദിസ് ട്രെയിൻ ഹാസ് നോ വീൽസ്. ഹൗ ഡസ് ഇറ്റ് റൺ ദെൻ? ഈ ട്രെയിനിന് വീൽസ് ഇല്ല, പിന്നെ എങ്ങനെയാണിത് റൺ ചെയ്യുന്നത് ഓർ മൂവ് ചെയ്യുന്നത്? ഡു യു നോ ഹൗ ദിസ് ട്രെയിൻ റൺസ്? നിങ്ങൾക്കറിയോ ഈ ട്രെയിൻ എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന്? സോ നമുക്ക് നോക്കാം എന്താണ് ഈ ട്രെയിൻ മൂവ് ചെയ്യുന്നതിന് പിന്നിലുള്ള ഫിസിക്സ് എന്ന്. ഓക്കെ, യു മൈറ്റ് ഹാവ് ഡൺ മെനി എക്സ്പെരിമെൻറ്റ്സ് യൂസിങ് മാഗ്നറ്റ്സ്. ട്രൈ ടു റൈറ്റ് ഡൗൺ സം ഓഫ് ദം. സോ മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഏർലിയർ ക്ലാസ്സസിൽ ചെയ്തിട്ടുണ്ട്, isn't it? സോ ആ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കൂ. ഏതൊക്കെയാ? സെപ്പറേറ്റിംഗ് ഓഫ് അയൺ ഡസ്റ്റ് ഫ്രം സാൻഡ്. സോ നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ കുറച്ച് സോയിൽ എടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് ഇടുക. എന്നിട്ട് പേപ്പറിന് താഴെ ഒരു മാഗ്നറ്റ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഒരു മാഗ്നറ്റ് ആ പേപ്പറിൻ്റെ താഴെയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തിപ്പിച്ചാൽ ആ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ പേപ്പറിൻ്റെ മുകളിലൂടെ അയൺ ഡസ്റ്റ് മൂവ് ചെയ്യും, isn't it? സോ നിങ്ങൾ ഏർലിയർ ക്ലാസ്സസിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണിത് അല്ലേ? ഹാവ് യു സീൻ ടോയ്സ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് മാഗ്നറ്റ്സ്? ലിസ്റ്റ് ദ സിറ്റുവേഷൻസ് വേർ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ദ മാനർ. ടോയ് കാർ. സോ ടോയ്സിലൊക്കെ മാഗ്നറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങളുടെ വീട്ടിലൊക്കെ കേടുവന്ന ടോയ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊളിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ളിൽ നിന്ന് മാഗ്നറ്റ്സിൻ്റെ ചെറിയ പാർട്സ് കിട്ടും. ഓക്കെ, ദെൻ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് വേറെ? നിങ്ങളുടെ വീട്ടിൽ റെഫ്രിജറേറ്റർ ഇല്ലേ? സോ ആ റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് എന്ന് പറയും അല്ലേ, അതിൻ്റെ ഡോറിൽ മാഗ്നറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ റെഫ്രിജറേറ്ററിൻ്റെ ഡോറ് കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാതെ പോയാൽ പോലും അത് ഓട്ടോമാറ്റിക്കലി റെഫ്രിജറേറ്റർ അതിൻ്റെ ഡോറിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഡോറ് ക്ലോസ് ചെയ്യും. ദെൻ ബുള്ളറ്റിൻ ബോർഡ്സ്. സോ ബുള്ളറ്റിൻ ബോർഡ് നമുക്ക് പല ഓഫീസുകളിലും കാണാൻ സാധിക്കും. സോ ഒരു മെറ്റൽ ഷീറ്റായിരിക്കും ബുള്ളറ്റിൻ ബോർഡിൽ യൂസ് ചെയ്യുന്നത്. സോ ബുള്ളറ്റിൻ ബോർഡിൽ നമുക്ക് ഗമ്മോ പിന്നോ യൂസ് ചെയ്യാതെ തന്നെ പല ഇൻഫർമേഷൻസും നോട്ടീസുകളും എല്ലാം നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചെറിയ സൈസിലുള്ള മാഗ്നറ്റ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ട നോട്ടീസ് മെറ്റൽ ഷീറ്റിൽ വെച്ചതിന് ശേഷം ആ നോട്ടീസിന് മുകളിൽ ചെറിയ മാഗ്നറ്റ് കൊണ്ട് വെച്ചാൽ മതി. ഓക്കെ, സോ അതവിടെ സ്റ്റിക്ക് ചെയ്ത് നിന്നോളും. സോ ആ മാഗ്നറ്റ് ആ ബോർഡിൽ നിന്നും എടുത്താൽ നമുക്ക് ആ നോട്ടീസ് റിമൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ഇതാണ് ബുള്ളറ്റിൻ ബോർഡ്. സോ ഇതുപോലെ വൈറ്റ് ബോർഡ്സിലും മാഗ്നറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ വൈറ്റ് ബോർഡ് കണ്ടിട്ടില്ലേ? സോ ഈ വൈറ്റ് ബോർഡ് ക്ലീൻ ചെയ്യുന്നത് സാധാരണ ഡസ്റ്റർ കൊണ്ടല്ല, ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യുന്ന ഡസ്റ്റർ കൊണ്ടല്ല നമ്മൾ വൈറ്റ് ബോർഡ് ക്ലീൻ ചെയ്യുക. സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഡസ്റ്റർ ഉണ്ട്. ഓക്കെ, സോ ഈ ഡസ്റ്റർ വൈറ്റ് ബോർഡിൽ എപ്പോഴും അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് വൈറ്റ് ബോർഡ് ക്ലീൻ ചെയ്യുന്ന ഡസ്റ്റർ നമുക്ക് വൈറ്റ് ബോർഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ അത് ആ ബോർഡിൽ തന്നെ അട്രാക്റ്റ് ചെയ്തിരിക്കും ഓർ സ്റ്റിക്ക് ചെയ്തിരിക്കും. ബിക്കോസ് ഈ ഡസ്റ്ററിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. ക്ലിയർ? സോ ആ വൈറ്റ് ബോർഡിലേക്ക് നമ്മൾ ഡസ്റ്റർ വെച്ചാൽ അത് അവിടെ സ്റ്റിക്ക് ചെയ്തിരുന്നോളും. ഡസ്റ്റർ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ അത് കയ്യിൽ പോരും ചെയ്യും. ഓക്കെ, സോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വൈറ്റ് ബോർഡിൽ ഡസ്റ്റർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ക്ലിയർ?
സോ ഏതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻസ്? ഇൻ ടോയ് കാർ, ഇൻ ബുള്ളറ്റിൻ ബോർഡ്സ്, ഇൻ റെഫ്രിജറേറ്റർ ഡോർ. ഓക്കെ, സോ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക കേട്ടോ ഈ സിറ്റുവേഷൻസ്. ആർ ഒബ്ജക്ട്സ് ഹാവിങ് മാഗ്നറ്റിക് പവർ അവൈലബിൾ ഇൻ നേച്ചർ? സോ നമ്മുടെ നേച്ചറിൽ മാഗ്നറ്റിക് പവർ ഉള്ള ഒബ്ജക്ട്സ് അവൈലബിൾ ആണോ? സോ ലെറ്റ്സ് ചെക്ക്, നമുക്ക് നോക്കാം. സോ ഓർ ഫസ്റ്റ് ടോപ്പിക് ഈസ് നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. Magnets obtained directly from nature are natural magnets. സോ നമ്മുടെ നേച്ചറിൽ ഡയറക്റ്റ് ആയിട്ട് അവൈലബിൾ ആവുന്ന മാഗ്നറ്റ്സ് ആണ് നാച്ചുറൽ മാഗ്നറ്റ്സ്. Nowadays artificial magnets are used commonly. Haven't you understood that they are made of alloys like alnico? Some magnets known to us on the basis of their shapes are depicted in table given below. ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് കൂടുതലായിട്ട് ലഭ്യമാണ്. സോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാഗ്നറ്റ്സ് കൊണ്ട് ട്രെയിൻ വരെ നമ്മൾ ഓടിക്കുന്നുണ്ട് അല്ലേ? സോ അത്രയ്ക്കും യൂസ് ഉള്ളൊരു ഒബ്ജക്റ്റാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. സോ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എങ്ങനെയാണ് മെയ്ഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? അത് അലോയ്സ് യൂസ് ചെയ്തിട്ടാണ് നിർമ്മിക്കുന്നത്. സോ ഏത് അലോയിയാണ് നമ്മൾ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്? അൽനിക്കോ എന്ന് പറയുന്ന അലോയിയാണ് നമ്മൾ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും. ഓക്കെ, 10th സ്റ്റാൻഡേർഡിൽ കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സോ അൽനിക്കോയിൽ യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, കാർബൺ, ദെൻ അയേൺ. ഇതാണ് അൽനിക്കോ. ക്ലിയർ? സോ ഈ എലമെൻസിൻ്റെ മിക്സ്ചറാണ് അൽനിക്കോ. ക്ലിയർ? ട്രൈ ടു ഐഡൻറ്റിഫൈ ദ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ഗിവൺ ഇൻ ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് ഗിവൺ. ഷേപ്പ് ഓഫ് മാഗ്നറ്റ്, നെയിം ഓഫ് മാഗ്നറ്റ്. സോ ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ ഷേപ്പ് എന്താണ്? റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ? സോ ഈ മാഗ്നറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാർ മാഗ്നറ്റ് എന്നാണ്. സോ ഇതൊരു ബാർ ഷേപ്പിലല്ലേ? നിങ്ങൾ ബാർ സോപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ ആ ഒരു ഷേപ്പിലാണ് ഇതുള്ളത് അല്ലേ? സോ ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ പേര് ബാർ മാഗ്നറ്റ്. സെക്കൻഡ് മാഗ്നറ്റ് ഒരു നീഡിൽ ഷേപ്പിലാണ്, ദാറ്റ് ഈസ് തിന്നായിട്ടുള്ള ഒരു നീഡിൽ ഷേപ്പിലാണ് നമ്മുടെ സെക്കൻഡ് ഫിഗർ ഉള്ളത്. സോ അതിൻ്റെ പേര് മാഗ്നറ്റിക് നീഡിൽ എന്നാണ്. ദെൻ തേർഡ് മാഗ്നറ്റ്, സോ അതിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തായിരിക്കും പേരെന്ന് അല്ലേ? യു ഷേപ്പാണ്. സോ അതിൻ്റെ പേര് യു മാഗ്നറ്റ് എന്നാണ്. ദെൻ ഫോർത്ത് മാഗ്നറ്റ് ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം എന്താണ്? റിംഗ് ഷേപ്പാണ് അല്ലേ? സോ ഇതിൻ്റെ പേര് റിംഗ് മാഗ്നറ്റ് എന്നാണ്. ദെൻ ലാസ്റ്റ് മാഗ്നറ്റ് ഡിസ്ക് ഷേപ്പിലാണ്. സോ എന്തായിരിക്കും പേര്? ഡിസ്ക് മാഗ്നറ്റ്. ഓക്കെ, സോ എല്ലാവരും ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ലെറ്റ് സി വാട്ട് ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്സ് ആർ. സോ നമുക്കിനി മാഗ്നറ്റ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് നോക്കാം. സോ ഡിഫറെൻറ്റ് ഷേപ്പുള്ള ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് നമ്മളിപ്പോൾ കണ്ടു. സോ ഇനി ഈ മാഗ്നറ്റ്സിൻ്റെ എല്ലാം കോമൺ പ്രോപ്പർട്ടീസ് ഓർ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സസ്പെൻഡ് എ മാഗ്നറ്റ് യൂസിങ് എ ത്രെഡ് ആസ് ഷോൺ ഇൻ ഫിഗർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ടു ടേൺ. സോ ഒരു സ്റ്റിക്കിൽ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ബാർ മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്യുക, തൂക്കിയിടുക. ഓക്കെ, സോ എന്ത് ചെയ്യും? ആ മാഗ്നറ്റ് കുറച്ച് സമയം ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓർ ടേൺ ചെയ്തുകൊണ്ടിരിക്കും. സോ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് റെസ്റ്റിൽ വരും അല്ലേ? ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദി എർത്ത് ഡസ് ദ എൻ മാർക്ക്ഡ് എൻ പോയിന്റ് വെൻ ദ സസ്പെൻഡഡ് മാഗ്നറ്റ് കം ടു റെസ്റ്റ്. സോ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റ് റെസ്റ്റിലേക്ക് വരുമ്പോൾ ഏത് ഡയറക്ഷനിലാണ്, എർത്തിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ഈ മാഗ്നറ്റ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ എൻ മാർക്ക്ഡ് എസ് ഓൺ ദി മാഗ്നറ്റ്. സോ ഈ മാഗ്നറ്റിൽ ക്യാപിറ്റൽ എൻ എന്നും ക്യാപിറ്റൽ എസ് എന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? സോ ഈ പോയിന്റ്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇഫ് എ മാഗ്നറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി ഇറ്റ് വിൽ അലൈൻ ഇറ്റ് സെൽഫ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഓഫ് ദി എർത്ത്. സോ നമ്മൾ ഇതുപോലെ ഒരു മാഗ്നറ്റ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന തരത്തിൽ സസ്പെൻഡ് ചെയ്താൽ
അത് ഏത് രീതിയിലാണ് അലൈൻ ചെയ്യുക? നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഓഫ് ദി എർത്ത്. നമുക്കറിയാം നമ്മുടെ എർത്തിന് 4 ഡയറക്ഷനാണുള്ളത്: നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇസ്ന്റ് ഇറ്റ്? സോ ഇതിൽ ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ബാർ മാഗ്നറ്റ് അലൈൻ ചെയ്യുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് എ മാഗ്നറ്റ് പൊസസസ് directional property that a freely moving magnet always aligns itself in the north south direction. So bar magneറ്റിൽ ഓൾറെഡി ക്യാപിറ്റൽ എൻ എന്നും ക്യാപിറ്റൽ എസ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്യാപിറ്റൽ എൻ ഡിനോട്ട് ചെയ്യുന്നത് നോർത്ത് പോൾ എന്നും ക്യാപിറ്റൽ എസ് ഡിനോട്ട് ചെയ്യുന്നത് സൗത്ത് പോൾ എന്നും ആണ്. സോ നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മാഗ്നറ്റിന് 2 പോൾസ് ആണുള്ളത്, നോർത്ത് പോളും സൗത്ത് പോളും. സോ നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്താൽ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് എർത്തിൻ്റെ നോർത്ത് പോൾ ഡയറക്ഷനിലേക്കും ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് എർത്തിൻ്റെ സൗത്ത് ഡയറക്ഷനിലേക്കുമാണ് അലൈൻ ചെയ്യുന്നത്. ക്ലിയർ? ദ എൻഡ് ഓഫ് ദി മാഗ്നറ്റ് പോയിന്റിംഗ് ടു ദ നോർത്ത് ഈസ് ദ നോർത്ത് പോൾ ആൻഡ് ദ അതർ എൻഡ് ഈസ് ദ സൗത്ത് പോൾ. സോ ഒരു മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്താൽ എർത്തിൻ്റെ നോർത്ത് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നോർത്ത് പോൾ ആയിരിക്കും. അതുപോലെ തന്നെ എർത്തിൻ്റെ സൗത്ത് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സൗത്ത് പോൾ ആയിരിക്കും. ക്ലിയർ? സോ നമുക്ക് ഒരു ബാർ മാഗ്നറ്റിൽ നോർത്ത് പോൾ എന്നോ സൗത്ത് പോൾ എന്നോ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതെങ്ങനെ കണ്ടുപിടിക്കാം? ഒരു നൂലിൽ കെട്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് കയ്യിൽ പിടിച്ച് നോക്കിയാൽ അത് ഏത് ഡയറക്ഷനിലേ നിൽക്കുള്ളൂ? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേ നിൽക്കുള്ളൂ. ക്ലിയർ? സോ നമ്മൾ അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന എർത്തിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നോർത്ത് ഏത് സൈഡിലാണോ ആ സൈഡിലേക്കായിരിക്കും ബാർ മാഗ്നറ്റിൻ്റെ ഒരു എൻഡ് പോയിന്റ് ചെയ്യുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ സൗത്ത് പോള് ഡയറക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എർത്തിൻ്റെ സൗത്ത് ഡയറക്ഷനിൽ. ക്ലിയർ? സോ ഒരു ബാർ മാഗ്നറ്റിൽ നോർത്ത് പോളും സൗത്ത് പോളും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്കത് കണ്ടുപിടിച്ചൂടെ? യെസ്. ബ്രിങ് ദ നോർത്ത് പോൾ ഓഫ് അനദർ മാഗ്നറ്റ് ക്ലോസ് ടു ദ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഇൻ ദ ഫോർമർ എക്സ്പെരിമെൻറ്റ്. വാട്ട് ഡു യു ഒബ്സർവ്? വാട്ട് ഇഫ് യു ബ്രിങ് ദ സൗത്ത് പോൾ അറ്റ് ദ സെയിം എൻഡ്? റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. സോ നമ്മളിപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റിലെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് മറ്റൊരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ കൊണ്ടുവന്നാൽ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? വാട്ട് ഇഫ് യു ബ്രിങ് ദ സൗത്ത് പോൾ അറ്റ് ദ സെയിം എൻഡ്? ഇതേ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലേക്ക് മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഒബ്സർവേഷൻ? സോ ഫസ്റ്റ് നമുക്ക് നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും ഒബ്സർവേഷൻ എന്ന് നോക്കാം. സോ നമ്മൾ നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് മറ്റൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ കൊണ്ടുവന്നാൽ ഈ 2 മാഗ്നറ്റും തമ്മിൽ റിപ്പൽ ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് മാഗ്നറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഒരു മാഗ്നറ്റ് മറ്റേ മാഗ്നറ്റിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അടുത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അതാണ് റിപ്പൽഷൻ. ദെൻ മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് നമ്മൾ നോർത്ത് പോളിനടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ആ മാഗ്നറ്റ്സ് തമ്മിൽ സ്റ്റിക്ക് ചെയ്യും. ദാറ്റ് ഈസ് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, സോ അട്രാക്ഷൻ സംഭവിക്കുമ്പോഴാണ് അവർ തമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ക്ലിയർ? സോ പെട്ടെന്ന് അവർ അട്രാക്റ്റ് ചെയ്യും. സോ ഇവിടെ നോർത്ത് പോളിനടുത്തേക്ക് സൗത്ത് പോൾ കൊണ്ടുവന്നപ്പോഴാണ് അട്രാക്റ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് പോൾസ് ആർ അട്രാക്റ്റ്, ദെൻ സെയിം പോൾസ് ആർ റിപ്പൽ. ക്ലിയർ? സോ സെയിം പോള് കൊണ്ടുവന്നപ്പോൾ റിപ്പൽ ചെയ്തു, ഓപ്പോസിറ്റ് പോൾ കൊണ്ടുവന്നപ്പോൾ അട്രാക്റ്റ് ചെയ്തു. ഇസ്ന്റ് ഇറ്റ്? So we can say that like poles repel each other and unlike poles attract each other. Okay, like poles means same poles, unlike poles means opposite poles. Clear? So നോർത്തും സൗത്തും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ സൗത്തും നോർത്തും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, സൗത്തും തമ്മിൽ റിപ്പൽ ചെയ്യും. ക്ലിയർ? സോ നിങ്ങൾ ഏർലിയർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഇത്.
അല്ലേ? പ്ലേസ് 2 സ്ട്രോങ് ബാർ മാഗ്നറ്റ്സ് ബിറ്റ്വീൻ ദ റീഫിൽസ് ഫിക്സ്ഡ് ഓൺ എ പീസ് ഓഫ് തെർമോകോൾ ആസ് ഷോൺ ഇൻ ഫിഗർ. സോ നിങ്ങൾക്കിവിടെ ഫിഗറിൽ കാണാൻ പറ്റും, ഒരു കാർഡ്ബോർഡിൽ റീഫിൽ ട്യൂബ്, ദാറ്റ് ഈസ് പെന്നിലുള്ള റീഫിൽ ട്യൂബ് കട്ട് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ റീഫിൽ ട്യൂബിന് ഇടയിൽ ഒരു ബാർ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ദെൻ അതിന് തൊട്ട് മുകളിലായിട്ട് മറ്റൊരു ബാർ മാഗ്നറ്റും വെച്ചിട്ടുണ്ട്. സോ ആ ബാർ മാഗ്നറ്റ് അവിടെ എയറിൽ ഫ്ലോട്ട് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് അവിടെ എയറിൽ നിൽക്കുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ആ ബാർ മാഗ്നറ്റ് താഴെയുള്ള ബാർ മാഗ്നറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല ഓർ അട്രാക്റ്റ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളവിടെ രണ്ടാമതായി വെച്ചിട്ടുള്ള ബാർ മാഗ്നറ്റിൻ്റെ പോൾസ് എങ്ങനെയായിരിക്കണം? ദാറ്റ് ഈസ് അടിയിലുള്ള പോൾസ്, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്ന 2 എൻഡ്സ് ആണുള്ളത്. സോ ഇതിലെ ബി എൻഡ് നോർത്താണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് എ ആയിരിക്കും, അല്ലേ? ഇവിടെ ഫിഗറിൽ എ എന്ന് കാണിച്ചിട്ടില്ല, നമ്മൾ ഗസ് ചെയ്യാണ്, അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് എ ആയിരിക്കും. സോ എ എൻഡ് ഏത് പോളായിരിക്കും? സൗത്ത് പോളായിരിക്കും, ഇസ്ന്റ് ഇറ്റ്? ദെൻ അതിന് തൊട്ട് മുകളിൽ വെച്ചിട്ടുള്ള ബാർ മാഗ്നറ്റിൻ്റെ എൻഡ് ഏതൊക്കെയായിരിക്കും? സി ആൻഡ് ഡി. സോ ഇതിൽ ഡി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ സി ഉണ്ടായിരിക്കും, ഇസ്ന്റ് ഇറ്റ്? സോ ഇവിടെയുള്ള സിയും ഡിയും ഏത് പോൾസ് ആയിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. സോ ഇങ്ങനെ ഈ 2 മാഗ്നറ്റ്സും സ്റ്റിക്ക് ചെയ്യാതെ, ദാറ്റ് ഈസ് അട്രാക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? നോർത്തിന് തൊട്ട് മുകളിൽ നോർത്ത് വരണ്ടേ, എങ്കിലല്ലേ അവരിങ്ങനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുള്ളൂ. സോ ഡി എന്ന് പറയുന്ന പോള് നോർത്ത് ആയിരിക്കും, സി എന്ന് പറയുന്ന പോള് സൗത്ത് ആയിരിക്കും, ഇസ്ന്റ് ഇറ്റ്? സോ വി ക്യാൻ കണ്ടിന്യൂ. വൈ ഡസ് ദ സെക്കൻഡ് മാഗ്നറ്റ് ഫ്ലോട്ട് ഇൻ എയർ? സോ എന്തുകൊണ്ടാണ് സെക്കൻഡ് മാഗ്നറ്റ് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്? The answer is that the north pole of the second magnet comes over the north pole of the first magnet, and south pole comes over the south pole of the first magnet. So they repel each other, and due to this repulsive force, the second magnet float in air. Isn't it? Clear alle? What poles would the ends C and D when the bar magnet floats in air? Now down. So C എന്ന് പറയുന്ന എൻഡ് ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും. ഡി എന്ന് പറയുന്ന എൻഡ് നോർത്ത് ആയിരിക്കും, isn't it? Do you think it is possible to move the magnet on the top with the magnet at the bottom without causing any friction? So ഇതിൽ സെക്കൻഡ് മാഗ്നറ്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ? സോ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് നമ്മുടെ സെക്കൻഡ് മാഗ്നറ്റ് മുകളിലുള്ള സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റ് ഫസ്റ്റ് മാഗ്നറ്റിൽ എ ബി എന്ന് പറയുന്ന മാഗ്നറ്റുമായിട്ട് ടച്ച് ചെയ്യാതെ, അതായത് ഒരസാതെ മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയും. സോ നമുക്ക് നോക്കാം. വാട്ട് ഡു യു ഒബ്സർവ് വെൻ യു ബ്രിങ് ദ സൗത്ത് പോൾ ഓഫ് അനദർ മാഗ്നറ്റ് ക്ലോസ് ടു ദ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് അറ്റ് ദ ടോപ്പ്? സോ നമ്മൾ ടോപ്പിലുള്ള മാഗ്നറ്റ്സ്, ദാറ്റ് ഈസ് സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റ്സിൻ്റെ അടുത്തേക്ക് മറ്റൊരു മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. സോ എങ്ങനെ കൊണ്ടുവരേണ്ടത്? നമ്മൾ കൊണ്ടുവരുന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് ടോപ്പിലുള്ള മാഗ്നറ്റിൻ്റെ, ദാറ്റ് ഈസ് സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനടുത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ എന്ത് സംഭവിക്കും? അവിടെ ആ 2 മാഗ്നറ്റ്സും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. സോ അട്രാക്ഷൻ മീൻസ് നമ്മുടെ സെക്കൻഡ് മാഗ്നറ്റ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും, ഇസ്ന്റ് ഇറ്റ്? സോ അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചില്ലേ? സോ ഇവിടെ മൂവ് ചെയ്യുന്നത് എയറിലാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഫസ്റ്റ് മാഗ്നറ്റിനോട്, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്ന മാഗ്നറ്റിനോട് അട്രാക്റ്റ് ചെയ്തിട്ടാണോ ഇവിടെ മൂവ് ചെയ്യുന്നത്? അല്ല, ഇവിടെ എയറിലാണ് നമ്മുടെ സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? ദെൻ ആൻഡ് വാട്ട് ഇഫ് വി ബ്രിങ് ദ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഇൻസ്റ്റെഡ്? സോ നമ്മൾ കൊണ്ടുവരുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് ടോപ്പിലുള്ള മാഗ്നറ്റിൻ്റെ, ദാറ്റ് ഈസ് സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാലോ? അതായത് മറ്റൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? ദർ ഈസ് repulsive force, that is the magnets are repel each other, isn't it? Because we know that like poles repel each other, isn't it?
സോ ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുന്നു നമുക്കറിയാം. സോ നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യും. സോ റിപ്പൽഷൻ സംഭവിക്കുമ്പോഴും അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ലേ. ദാറ്റ് ഈസ് റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ അകന്നു പോവുക എന്നല്ലേ. സോ നമ്മൾ മറ്റൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റ് അവിടുന്ന് അകന്നു പോവും. ദാറ്റ് ഈസ് ഒരു മൂവ്മെൻ്റ് ആണ്, ഇസ്ൻ്റ് ഇറ്റ്? സോ ഈ മൂവ്മെൻറ്റും എയറിലൂടെയാണ്. സോ ദർ ഈസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇസ്ൻ്റ് ഇറ്റ്? സോ എ ബി എന്ന് പറയുന്ന ഫസ്റ്റ് മാഗ്നറ്റുമായിട്ട് യാതൊരു അട്രാക്ഷനും ഓർ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇവിടെ ഇല്ല. ക്ലിയർ? ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് വെൻ ദ മാഗ്നറ്റ് അറ്റ് ദ ടോപ്പ് മൂവ്സ് ഇൻ ദ ബോത്ത് ദീസ് സിറ്റുവേഷൻസ്? നോ, ദർ ഈസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്, ഇസ്ൻ്റ് ഇറ്റ്? ദാറ്റ് ഈസ് അവിടെ എ ബിയും സി ഡിയും തമ്മിൽ യാതൊരു അട്രാക്ഷനും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന മാഗ്നറ്റും സി ഡി എന്ന് പറയുന്ന മാഗ്നറ്റും തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, ഇസ്ൻ്റ് ഇറ്റ്? നൗ കാൻ വി എക്സ്പ്ലെയിൻ ഹൗ മാഗ്ലെവ് ട്രെയിൻസ് മൂവ് വിത്തൗട്ട് വീൽസ് ആൻഡ് ഫ്രിക്ഷൻ? ദാറ്റ് ഈസ് മാഗ്നറ്റ് യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന ട്രെയിൻസ് ആണ് മാഗ്ലെവ് ട്രെയിൻസ്. സോ മാഗ്ലെവ് ട്രെയിൻസ് വീൽസ് ഇല്ലാതെയും ഫ്രിക്ഷൻ ഇല്ലാതെയും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഈ മെക്കാനിസം വെച്ചിട്ടാണ് മാഗ്ലെവ് ട്രെയിൻസ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? സോ സൈഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് മാഗ്ലെവ് ട്രെയിൻസിൽ മാഗ്നറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് മാഗ്ലെവ് ട്രെയിൻസ് മൂവ് ചെയ്യുന്നതെന്നും. ഓക്കെ, സോ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ദെൻ ഓർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാഗ്നറ്റിക് കോമ്പാസ്. Are you familiar with any instrument which make use of the directional property of magnet? What do you think the instrument shown in figure? So മാഗ്നറ്റിൻ്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മാഗ്നറ്റിക് കോമ്പാസ്. ഓക്കെ, സോ മാഗ്നറ്റിക് കോമ്പാസിൻ്റെ യൂസ് എന്തായിരിക്കും? വിച്ച് ഗീവ്സ് ഡയറക്ഷൻ, isn't it? So let's study about magnetic compass. Compass is a magnetic needle arranged in such a way that it can rotate freely inside an aluminum or plastic case. സോ ഒരു അലൂമിനിയം കേസിൻ്റെയോ പ്ലാസ്റ്റിക് കേസിൻ്റെയോ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടായിരിക്കും. സോ അതിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ അറേഞ്ച്മെൻ്റ് ആണ് മാഗ്നറ്റിക് കോമ്പാസ്. വെൻ പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് ദ മാഗ്നറ്റിക് നീഡിൽ ഇൻ ഇറ്റ് കംസ് ടു റെസ്റ്റ് ക്വിക്ക്ലി ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. സോ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ഈ മാഗ്നറ്റിക് കോമ്പാസ് വെച്ചാൽ എന്ത് ചെയ്യും? അതിനകത്തുള്ള നീഡിൽ എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കും. ക്ലിയർ? ഹെൻസ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. സോ അതുകൊണ്ട് തന്നെ ഏതൊരു പ്ലേസിലെയും ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് മാഗ്നറ്റിക് കോമ്പാസ് എന്ന ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാം. ക്ലിയർ? സോ എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് കോമ്പാസിൻ്റെ നീഡിൽ അലൈൻ ചെയ്യുക. ക്ലിയർ? സോ നമുക്ക് ഏതൊരു സ്ഥലത്ത് പോയാലും ആ സ്ഥലത്തെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷന് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് മാഗ്നറ്റിക് കോമ്പാസ് വഴി സാധിക്കും. ഓൺ ദ ബേസിസ് ഓഫ് ദി ലെസൺ റൈറ്റ് ഡൗൺ ദ മെത്തേഡ് അഡോപ്റ്റഡ് ഇൻ ancient times by sailors on ships and travelers in the desert to reach their destinations. സോ പണ്ട് കാലങ്ങളിൽ ഷിപ്പിൽ യാത്ര ചെയ്തിരുന്ന ആളുകളും അതുപോലെ തന്നെ ഡെസേർട്ടിലൂടെ യാത്ര ചെയ്തിരുന്ന ആളുകളും അവരുടെ ഡെസ്റ്റിനേഷൻസിൽ എത്താൻ, അവരുടെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഏത് മാർഗമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ദിസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്സ്, isn't it? സോ ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു സ്ഥലത്തെയും ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും, അല്ലേ? ദാറ്റ് ഈസ് നമ്മളൊരു ബാർ മാഗ്നറ്റ് ജസ്റ്റ് ഒരു നൂലിൽ കെട്ടിയിട്ട് തൂക്കിയിട്ടാലും ആ ബാർ മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യാം? എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ. സോ നമുക്ക് ആ സ്ഥലത്തെ നോർത്ത് സൗത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ? സോ പണ്ട് കാലങ്ങളിൽ ആൻഡ്രോയിഡ് ഫോണോ ഗൂഗിൾ മാപ്പോ ഒന്നുമില്ല. അന്നൊക്കെ യാത്ര ചെയ്യാൻ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ കിട്ടിയാലല്ലേ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് പണ്ട് കാലങ്ങളിൽ ട്രാവലേഴ്സൊക്കെ യൂസ് ചെയ്തിരുന്നത്. ക്ലിയർ? ഹാവൻ യു സീൻ ദാറ്റ് ദ ബാർ മാഗ്നറ്റ് സസ്പെൻഡഡ് ഓൺ എ സ്ട്രിങ് ലൈസ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ? വൈ ഡോണ്ട് ദ എൻഡ്സ് കം ഇൻ ദ അതർ ഡയറക്ഷൻസ്? സോ ഒരു സ്ട്രിങ്ങിൽ സസ്പെൻഡ് ചെയ്യുന്ന മാഗ്നറ്റ് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു.
സോ എന്തുകൊണ്ടാണ് ഈ ബാർ മാഗ്നറ്റ് എർത്തിൻ്റെ മറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യാഞ്ഞത്? സോ വി ക്യാൻ ഡിസ്കസ് ദിസ് ഓൺ ദി നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ ടേക്ക് അവർ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് എർത്ത് ആസ് എ മാഗ്നറ്റ്. സോ ടുഡേസ് യുവർ അസൈൻമെൻറ്റ് ഈസ് റൈറ്റ് ഡൗൺ ദ നോട്ട്സ് ഓഫ് ദി ചാപ്റ്റർ. സോ ഇന്ന് എടുത്ത ഭാഗത്തിൻ്റെ നോട്ട്സ് എല്ലാവരും കറക്റ്റായിട്ട് എഴുതുക. ആൻസറൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ആ ആൻസറൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതുക. ക്ലിയർ? സോ ഇതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ്. ക്ലിയർ? സോ എല്ലാവരും കറക്റ്റായിട്ട് അസൈൻമെൻറ്റ് എഴുതി അയച്ചു തരിക. എല്ലാവരും അസൈൻമെൻറ്റ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷൻ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ മറക്കരുത്. സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.